സ്വാതന്ത്ര്യരെ പ്രഭാത ടാരോ റീഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ ടാരോ റീഡ് എന്ന് പറയുന്നത് അടുത്ത ഒരാഴ്ചയ്ക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെങ്കിലും അവിടെ നിന്ന് ഒരാഴ്ചയ്ക്കുള്ള റീഡ് ആണ്, ഇതിൻ്റെ ഫലമാണ് പറയുന്നത്. കറൻറ്റ് എനർജി എന്ന് പറയുന്ന കാർഡാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാർഡ് എന്ത് അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കാർഡാണ് വന്നത്. ഈ കാർഡ് വരട്ടെ. എന്തായിരിക്കും ഒരു ഓവറോൾ ഔട്ട്കം എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ 4 കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. കറൻറ്റ് എനർജി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇറ്റ്സ് എ വെരി ഗുഡ് കാർഡ്. സൈക്രൽ ചക്ര എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. സൈക്രൽ ചക്ര എന്ന് പറയുന്ന കാർഡ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇമോഷണൽ റിലീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ കാർഡാണിത്. എന്ത് തടസ്സങ്ങളാണ് വരുവാൻ സാധ്യത എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്. അതായത് ചെയ്യുന്ന പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, ഏകമായിട്ട് ചെയ്യേണ്ടി വരും. കാര്യമായിട്ട് ആരിൽ നിന്നും നമുക്കൊരു സപ്പോർട്ടോ പിന്തുണയോ കിട്ടാനുള്ള സാധ്യത ഈ ആഴ്ച കുറവാണ്. ഒരു പക്ഷേ അവർ തിരക്കായതുകൊണ്ടായിരിക്കാം, അവരുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്ത് മനസ്സിലാക്കണമെന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്ത് അവസരങ്ങളാണ് നമുക്ക് വരാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സഫറിങ് ഇൻ സൈലൻസ് എന്ന് പറയുന്നതാണ്. അതായത് സഫറിങ് ഇൻ സൈലൻസ് ഒരു അവസരമായിട്ട് വരികയാണ്. നിങ്ങൾ നോക്കിയാൽ പറ്റും 2 കാർഡും ഒറ്റയ്ക്കുള്ള കാർഡാണ്. നമുക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നുള്ളതാണ് അവസരം. അതായത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. ഒരു കൂട്ടമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 2 കാർഡും ഒരേ മീനിങ് ആണ്. നിങ്ങൾക്ക് ഏകദേശം കണ്ടറിയാം. നമ്മുടെ ബ്ലോക്കേജും അവസരവും ഒന്ന് തന്നെയാണെന്നുള്ളത് എന്നെ പോലെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഒരു സോളോ വർക്ക്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും. ഡിസ്റ്റർബൻസ് വരില്ല എന്നുള്ളത് തന്നെയാണ്. എന്ത് ഔട്ട്കമാണ് നമുക്ക് കിട്ടാമെന്ന് ചോദിച്ചപ്പോൾ ഇമോഷണൽ ലോസ് എന്ന് പറയുന്ന കാർഡാണ്. ഇമോഷണൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്കമായിട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇമോഷണൽ ലോസിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു നെഗറ്റീവ് ഔട്ട്കം അല്ല. അപ്പോൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള ഒരു മോചനം നിങ്ങൾക്കറിയാൻ മതി. ഈ കാർഡിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു പ്രകാശം വരുന്നുണ്ട്. ഈ വേദനകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഏകാന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള കുറേ ചാൻസ് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ആ ഏകാന്തം നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കാം. അത് നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വൈകാരികമായിട്ട് ചെറിയൊരു മാറ്റം, വലിയ മാറ്റം എന്ന് ഞാൻ പറയില്ല, ചെറിയൊരു മാറ്റം കാണുന്നു തന്നെയാണ് പറയുന്നത്. ഐ വിഷ് യു എ വെരി ഗുഡ് വീക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വൈകുന്നേരം കാണാം. താങ്ക് യു വെരി മച്ച്.